ഓഫ് ഇന്ത്യ ഇന്ന് പ്രസിദ്ധീകരിച്ച വാർത്തയാണ് ഇന്നിപ്പോൾ മറ്റു മാധ്യമങ്ങൾ കൂടി വാർത്തയാക്കി മാറ്റിയതും നമ്മളടക്കം ആ വാർത്തയുടെ പിന്നാലെ പോകുന്നതും. നമ്മൾ ആ വാർത്ത കിട്ടുന്ന സമയത്ത് അതിന്റെ പൂർണ്ണമായ കോപ്പി റിപ്പോർട്ടർ TV പുറത്തുവിടുകയാണ്. അതോടൊപ്പം തന്നെ EP ജയരാജന്റെ എക്സ്ക്ലൂസീവ് ബൈറ്റ് നമ്മൾ പുറത്തുവിട്ടു. ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഈ വാർത്തയാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. വിനീത, അങ്ങനെയാണെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ആ വാർത്ത വളരെ വ്യക്തമായി പ്ലാൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. അഥവാ ആ വാർത്തയിൽ DC-യിൽ നിന്നുള്ളൊരു ലീഡ് ഇല്ലാതെ ടൈംസ് ഓഫ് ഇന്ത്യ ഇതിന്റെ ഉള്ളടക്കം പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ DC അതിന്റെ പ്രസാധന കർമ്മം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ EP ജയരാജൻ പറഞ്ഞതിൽ അന്തിമ കരാർ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ കരാർ ഒപ്പിട്ട് നൽകിയിട്ടില്ല എന്നതിൽ വസ്തുതയുണ്ട് എന്ന നിലയിലേക്കല്ലേ കാര്യങ്ങളുടെ പോക്ക് വിനീത? അത് തന്നെയാണ് അരുൺകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഇതിലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് ഇത് വിനയായിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇപ്പോൾ ഒരു പുസ്തകം പുറത്തു വരികയാണെന്ന് വെക്കുക, അതിലേതെങ്കിലും ഒരു വിവാദം ആ ഭാഗം വാർത്തയായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ആയി പുറത്തു വരും. അത് വലിയ ചർച്ചയാകും. അതിന് പിന്നാലെ പുസ്തകം ചൂടൊപ്പം പോലെ വിറ്റഴിക്കും. ഒന്നാം പതിപ്പും രണ്ടാം പതിപ്പും ഒക്കെ ഒരാഴ്ചക്കകം തന്നെ ഇറങ്ങുകയും ചെയ്യും. അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഈ പ്രസാധകർ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഇതിൽ തെറ്റിപ്പോയത് EP ജയരാജൻ വെറുമൊരു എഴുത്തുകാരനല്ല. അദ്ദേഹം കേരളത്തിലെ CPM-ന്റെ സമുന്നതനായ നേതാവാണ്. LDF കൺവീനർ ആയിരുന്ന ആളാണ്. പല സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള EP ജയരാജൻ അദ്ദേഹത്തിന്റെ ആത്മകഥ പുറത്തിറക്കാൻ തീരുമാനിക്കുമ്പോൾ തീർച്ചയായും അതിൽ വിവാദ വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നെയാണ്. പക്ഷേ ആ വിവാദ വിഷയങ്ങളെല്ലാം തന്നെ EP-യുടെ വിശദീകരണം എന്ന മട്ടിലാണ് ആത്മകഥയിൽ അവതരിപ്പിക്കപ്പെടേണ്ടതും അത് EP-യുടെ തന്നെ ഭാഗമായി വരേണ്ടതും. EP ജയരാജൻ അത്തരത്തിൽ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിമർശനാത്മകമായി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാകാം, അതിന്റെ ഡ്രാഫ്റ്റിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടാകാം. പക്ഷേ അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് EP ജയരാജൻ പൂർണ്ണ സമ്മതത്തോടെ അദ്ദേഹത്തിന്റെ അനുമതിയോടെ പ്രസിദ്ധീകരിക്കാൻ നൽകുന്ന ഭാഗം മാത്രമാണ്. അതിൽ വെട്ടിക്കുറയ്ക്കലുകൾ ഉണ്ടാകാം, പല ഭാഗങ്ങളും വെട്ടിക്കളഞ്ഞേക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരു ഡയറി കുറിപ്പ് എഴുതുന്നത് പോലെയാണ് ഈ ഭാഗം എഴുതിയതെങ്കിൽ പോലും അത് പുറത്തു വരാനേ പാടില്ല. അതെങ്ങനെ പുറത്തു വന്നത് എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യവും അതിലെ ഗൂഢാലോചനയും ഇത് തന്നെയാണ് EP ജയരാജൻ ആരോപിക്കുന്നത്. ഇത് പുസ്തകം വിറ്റഴിക്കാൻ മാത്രമുള്ള ഒരു സ്ട്രാറ്റജിയാണോ, അതൊരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണോ, അതല്ല ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് കൂടി അറിയേണ്ടതുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് എക്സ്ക്ലൂസീവായിട്ട് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സെക്കൻഡ് പിണറായി ഗവൺമെന്റ് ഈസ് വീക്ക്, പാർട്ടി നെവർ ഹെഡ് മീ ഔട്ട് എന്ന തലക്കെട്ടോടു കൂടിയാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഈ വാർത്ത ഇന്ന് പുലർച്ചെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്നിറങ്ങിയ ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ വാർത്ത എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ എക്സ്ക്ലൂസീവ് വാർത്തയാണ് നമ്മളടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളും പങ്കുവച്ചിരിക്കുന്നത്. ആ ടൈംസ് ഓഫ് ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് വാർത്തയിലെ പ്രധാനപ്പെട്ട ലീഡ് എന്ന് പറയുന്നത് തന്നെ രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് എന്ന വാദം. ഇന്ന് ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. അതിൽ തന്നെ ഈ കവർ പേജ് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടൈംസ് ഓഫ് ഇന്ത്യയുടെ പേജ് നമുക്ക് പ്രേക്ഷകർക്ക് നൽകാവുന്നതാണ്. ഈ വാർത്ത പുറത്തുവിട്ടത്, ഈ ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള വാർത്ത പുറത്തുവിട്ടത് ടൈംസ് ഓഫ് ഇന്ത്യയാണ്. അതിനുശേഷം മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. കറക്ഷൻസ് നെസസറി ഇൻ പാർട്ടി ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇത് മനഃപൂർവ്വം താങ്കളെ വേട്ടയാടാണ്. ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ മാധ്യമക്കാരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായില്ല. അത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. മാതൃഭൂമി ബുക്ക് ഹൗസുകാർ അതുപോലെ തന്നെ DC ബുക്സൊക്കെ ചോദിച്ചിരിക്കുന്നു, ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ അറിയാതെ എൻ്റെ ആത്മകഥ അതിലൊരു കവർ പേജ് അത് ഞാൻ ഇന്നാണ് ആദ്യമായി കാണുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് പ്രകാശനം ചെയ്യുന്നു. എൻ്റെ ആത്മകഥ ഞാനറിയാതെ ഇന്ന് 10:30 മണിക്ക് പ്രകാശനം ചെയ്യുന്നു. ഇത് ഒരു കൃത്രിമമായി സൃഷ്ടിച്ചിട്ടുള്ള, മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ യഥാർത്ഥത്തിൽ ബോധപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ളൊരു നടപടിയാണിത്. ഇത് സംബന്ധിച്ച് നിയമ നടപടി ഞാൻ സ്വീകരിക്കാൻ പോകുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ വന്നതെന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം താങ്കളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നത്, അതിന് പുറകിൽ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും കാണും. ഗൂഢാലോചനയാണോ? പിന്നെന്താ, ഞാൻ നോട്ടീസ് അയക്കും. പഠിത്തം ഇന്നെ അയക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ എഴുതിയ പുസ്തകം ഞാനറിയാതെ, ഞാനിപ്പോൾ അത് എഴുതുന്നത് അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കും. ആ പുസ്തകം ഇങ്ങനെ ഇന്ന് പ്രകാശനം ചെയ്യുക, അതായത് അതിൻ്റെ അകത്ത് ഇന്നെന്ന കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കിയതാണ് അതെല്ലാം. ഇന്നത്തെ വന്നിരിക്കുന്ന വാർത്തകളെല്ലാം കൃത്രിമമായിട്ട്
ഉണ്ടാക്കിയതാണ്. ഇതിന് പുറകിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളാണെന്നാണ് സംശയം? എല്ലാം നമുക്ക് അന്വേഷിച്ച് പറയാം. ഞാനിപ്പോൾ എൻ്റെ ഒരു വെറുമൊരു നിരീക്ഷണത്തിൽ മാത്രം പറയുന്നത് ശരിയല്ലല്ലോ, വസ്തുതകൾ കൂടി ശേഖരിച്ച് പറയാം. ഇന്നലെ പിന്നെ നിങ്ങൾ 24 ആണ്. ഇന്നലെ നിങ്ങൾ 24 വാർത്ത വന്നു, എന്താ അറിയോ? ഇവിടുന്ന് ഒരു പണം പിടിച്ചില്ലേ, അത് ഞാനാണ്. അത് ഞാനാ മുഖാന്തരമാണ് ആ പണം. ആ കേട്ടേക്കള്, ഞാൻ ആ ഭാഗത്തേ പോയിട്ടില്ല. ഇത് ഞാൻ പോയത് വയനാട്ടിലാണ്. ഇതാ വാർത്ത കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോ വാർത്ത കൊടുക്കുക,